ഷീന, ഇതിൽ ഏത് പദവി വാഗ്ദാനം ചെയ്താലും എന്ത് മണിമാളികയിൽ കിടത്താമെന്ന് പറഞ്ഞാലും വലിയ തൊഴിൽ ചൂഷണമാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. പദവികളിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ ഈ പീഡനത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് എന്ത് ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് നിർബാധം ഷീന റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 30 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. എനിക്ക് കൂടി ശ്രീജിത്ത് ബാലകൃഷ്ണൻ കൂടി ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശ്രീജിത്ത്, GPL, HPL എന്നീ 2 സ്ഥാപനങ്ങളെ പറ്റിയാണ് ഷീന ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്താണ് ഈ സ്ഥാപനങ്ങൾ? ആരാണ് ഈ ജോയ് ജോസഫ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഇയാൾക്ക് ഇത്രയും ധൈര്യം ലഭിക്കുന്നത്? ബിൽ, തീർച്ചയായും അതിനു മുൻപ് ഈ വാർത്ത ഡെസ്കിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ഈ വാർത്തയെക്കുറിച്ച് മാത്രമാണ് കേൾക്കുന്നത്. ഈ കാണുന്ന ദൃശ്യങ്ങളൊന്നും നമ്മൾ ആദ്യം കണ്ടിരുന്നില്ല. വാർത്തയിൽ പറയുന്നത് ഒരു തൊഴിൽ ചൂഷണം. സ്വാഭാവികമായും കേരളം പോലുള്ള സംസ്ഥാനത്ത് തൊഴിൽ ചൂഷണം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത, അനുവദിക്കാൻ പാടില്ലാത്ത എന്നാണ് നമ്മൾ ഡെസ്കിൽ നിന്ന് ഞങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇതിൻ്റെ ഭീകരാവസ്ഥ. തൊഴിൽ ചൂഷണത്തെക്കുറിച്ച് മാത്രമല്ല, തൊഴിലിടങ്ങളിലെ അനീതി, അക്രമം, ഇതൊന്നും നടക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ തൊഴിലിന് വേണ്ടി തൊഴിലിടത്തെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നാട് കേരളം, അതിനുവേണ്ടി നിയമം പാസ്സാക്കിയുള്ളൊരു നാട്. ഈ നാട്ടിലാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ സംഭവിക്കുന്നത് അറിയുമ്പോൾ ഇന്നലെയും ഇന്നും പകൽ ഇപ്പോഴും ഇതിൻ്റെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും ഡെസ്ക് മുക്തമായിട്ടുള്ള അത്രയും വലിയൊരു വാർത്തയാണ് ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നതിനപ്പുറത്തേക്ക് വലിയ രൂപത്തിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. അതിൽ നമ്മുടെ സ്റ്റോറിയിൽ പറയുന്നത് പോലെ സ്ത്രീകളെ, പെൺകുട്ടികളെ പുരുഷന്മാരുടെ അടിവസ്ത്രം ഇടിപ്പിച്ചുകൊണ്ടുള്ള പരിശീലനം എന്ന് അവർ പറയുന്നു. പക്ഷേ അത് പരിശീലനമല്ല എന്ന് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ലോകത്തിന് മുഴുവൻ മനസ്സിലാവുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ. അതിക്രൂരമായി, അല്ലെങ്കിൽ ഇതിനപ്പുറം ഒരു ക്രൂരത ഒരു തൊഴിൽ ചൂഷണത്തിൽ ഞാനിതുവരെയും കണ്ടിട്ടില്ല. എൻ്റെ ഈ തൊഴിൽ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയും മൃഗീയമായി, അത്രയും മോശമായി, ഒരു നാണവുമില്ലാതെ ഈ തൊഴിലെടുക്കാൻ വരുന്ന ചെറുപ്പക്കാരെ, അതും MBA പഠിച്ചിറങ്ങിയവർ എന്ന് അവകാശപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ആ രൂപത്തിലാണ് അവർ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. നമ്മളുടെയൊക്കെ വീടുകളിൽ സാധനങ്ങൾ വിൽക്കാൻ വരുന്ന കുട്ടികളാണ് ഇവരെയാണ് ഈ അതിക്രൂരമായി, അതിമൃഗീയമായി, ഒരു മൃഗത്തോട് പോലും ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ആരും ചെയ്യാൻ പാടില്ലാത്ത, ചെയ്യരുതാത്ത അതിക്രൂരമായ, അതിഹീനമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഇത് ജോയ് ജോസഫ് എന്നൊരു പേര് മാത്രമാണ് നമ്മൾ ആദ്യം വാർത്തയിൽ പുറത്തുവിടുന്നത്. ഇനി ഇതിൻ്റെ വിശദാംശങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് എന്ന് പറഞ്ഞൊരു കമ്പനി, അത് കൊച്ചിയിലെ കലൂരിൽ, ഇതിൻ്റെ രസകരമായ വസ്തുത എന്ന് പറയുന്നത് എല്ലാ പ്രദേശങ്ങളിലും, അതായത് കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും ഇവർക്ക് ഓഫീസുകളുണ്ടെന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട്. ഈ താലൂക്ക് അടിസ്ഥാനത്തിലുള്ള ഓഫീസുകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്ത്, ഒഴിഞ്ഞ പ്രദേശത്ത്, ഉദാഹരണം കൊച്ചിയിൽ കലൂരിൽ ഒഴിഞ്ഞ പ്രദേശത്ത്, ആൾക്കൂട്ടമോ ആൾതാമസമോ ഇല്ലാത്തൊരു പ്രദേശത്ത് ഒരു വീടെടുത്ത് ആ വീടിനകത്താണ് ഇവർ ഈ കാണുന്ന ക്രൂരത മുഴുവൻ നടക്കുന്നത്. അതാണ് അവരുടെ ഓഫീസായി പറയുന്നത്. ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ഈ ഓഫീസാണ്. ഈ ഓഫീസിൽ തന്നെയാണ് ഈ ക്രൂരതയും ഈ കുട്ടികളുടെ താമസവും ഒക്കെ നടക്കുന്നത്. അവർക്ക് അത് ഒരു കുട്ടി പറയുന്നുണ്ട്, അത് നമ്മുടെ ബൈറ്റിൽ പറയുന്നുണ്ട്, അതായത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ഈ ജോലി കഴിഞ്ഞ് 12-18 മണിക്കൂർ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ ഭക്ഷണം എന്ന് പറയുന്നത് ചോറും ഉപ്പും ഒരു മുളകുമാണ്. ഈ ഭക്ഷണം, അതാണ് സൗജന്യ ഭക്ഷണം എന്ന് കമ്പനി വാഗ്ദാനം ചെയ്തതായിട്ട് ഷീന റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഇങ്ങനെയൊക്കെ ഈ നാട്ടിൽ നടക്കുമോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഇനി അതിനേക്കാൾ മൃഗീയമായ സംഗതി, ഓരോ ദിവസവും പോയി തിരിച്ചു വരുമ്പോൾ അവരുദ്ദേശിച്ച ടാർഗറ്റ് ലഭ്യമായില്ല എങ്കിൽ, അതായത് ഈ ജോയ് ജോസഫ് എന്ന് പറയുന്ന പ്രൊപ്പറേറ്റർ ഉദ്ദേശിച്ച, അല്ലെങ്കിൽ ഈ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് എന്ന് പറയുന്ന കമ്പനിയുടെ മാനേജർമാർ ഉദ്ദേശിച്ച ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എങ്കിൽ ഭക്ഷണമില്ല. പിന്നെ കാണുന്നതാണ് പിന്നെ ഉള്ള പീഡനമാണ് ഇപ്പോൾ കാണുന്നത്. ഓരോ ദിവസത്തെയും ഓരോ മാസത്തെയും ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എങ്കിൽ തറയിൽ കിടത്തി തറ തുടപ്പിക്കുക. അതിനേക്കാൾ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്തൊക്കെയാണ് അവർ ചെയ്തു കൂട്ടുന്നത്. ആരോടും ഒരു ഉദ്യോഗാർത്ഥിയോട്, ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്തതിനേക്കാൾ കൂടുതൽ അനീതി, അക്രമമൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. ഇവർക്ക് കലൂരിലാണ് ഇപ്പോൾ, കൊച്ചിയിലാണ് ഇവരുടെ കേരളത്തിലെ പ്രധാന കേന്ദ്രം. കലൂരിലാണ് ഇവരുടെ ഓഫീസ്. നമ്മളിവരുടെ ഷീന മാർട്ടിൻ, നമ്മുടെ റിപ്പോർട്ടർ, അവരുടെ ഓഫീസിൽ പോകുമ്പോൾ അത് ക്യാമറയിൽ എടുക്കാൻ പറ്റാത്ത രൂപത്തിൽ അവിടെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മൊബൈൽ ക്യാമറയിൽ ഒരു സ്റ്റിങ് പോലെയാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പോലും നമുക്കറിയാൻ പറ്റാത്ത രൂപത്തിൽ അത്രയും ആ ജോയ് ശ്രീജിത്ത് പറഞ്ഞു വെക്കുന്നത് ഇപ്പോഴും നിർബാധം ഈ പീഡനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് കലൂരിലെ ഈ ഓഫീസ് ഇപ്പോഴും നിർബാധം പ്രവർത്തിക്കുകയാണ്. നമ്മളോട് ഈ വെളിപ്പെടുത്തൽ നടത്തിയ ആളുകൾ ഉൾപ്പെടെ ഒരുപക്ഷെ, അല്ലെങ്കിൽ ഇപ്പോഴും ഉദ്യോഗാർത്ഥികൾ അവിടെ കൊടിയ പീഡനത്തിന് ഇരയാകുന്നു എന്ന് തന്നെയല്ലേ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷവും? തീർച്ചയായും ജോയ് ജോസഫിൻ്റെ ബൈറ്റിൽ, അല്ലെങ്കിൽ ജോയ് ജോസഫ് ഈ ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട്, എനിക്ക് 68 കോടി രൂപയുടെ ആസ്തിയുണ്ട്, എനിക്ക് പണം കൊണ്ട് എന്തും സാധിക്കാൻ കഴിയുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങൾ ഇനി ഇതിനപ്പുറത്ത് എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമുള്ള ആളല്ല. ആ രൂപത്തിൽ അവരെ ഭീഷണിപ്പെടുത്തി, പണത്തിൻ്റെ ഹുങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ പണം കൊണ്ട് എന്തും സാധിക്കാമെന്ന രൂപത്തിലാണ് ഈ കുട്ടികളെ, അല്ലെങ്കിൽ ഈ ചെറിയ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലരും ഇക്കാലയളവിൽ പേടിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. അതുതന്നെയാണ് ഹിന്ദുസ്ഥാൻ പവർ ലിങ്കിൻ്റെയും ജർമ്മൻ ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്, ഈ JPL
എന്നുള്ള പേരും HP എന്നുള്ള പേരും കേൾക്കുമ്പോൾ ഈ പേരിൽ തന്നെ ഒരു വഞ്ചനയാണ്. ആ പേര് കൊണ്ട് കൂടിയാണ് ഈ കുട്ടികളെ ചതിക്കുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സാധാരണക്കാരായ മനുഷ്യരൊക്കെ ഇതെന്തോ വലിയ കമ്പനിയാണ്, ഈ കമ്പനിയിൽ ജോലി ചെയ്താൽ നേരത്തെ ഷീന റിപ്പോർട്ട് ചെയ്തതുപോലെ അസിസ്റ്റന്റ് മാനേജർ പദവിക്കായിട്ടാണ് ഈ ത്യാഗം മുഴുവൻ, ഈ ത്യാഗമല്ല ഈ ക്രൂരത മുഴുവൻ ഈ കുട്ടികൾ സഹിച്ചു കൂട്ടുന്നത്. ഒരു അസിസ്റ്റന്റ് മാനേജർ പദവി വാഗ്ദാനം ചെയ്തുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ ബൈറ്റിൽ പറയുന്നുണ്ട്, ഞാൻ ആർക്കും ഒരു മാനേജർ പദവിയും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലാന്ന്. ഇതെന്തായാലും ഈ നമ്മൾ റോഡുകളിൽ കാണുന്ന പോസ്റ്റുകളിലും തെരുവുകളിലും മതിലുകളിലും ഒക്കെ കാണുന്ന ജോലി ഒഴിവ് എന്നൊരു വാഗ്ദാനം, അതായത് അതങ്ങനെ തന്നെ പറയണം. നമ്മളടക്കം കാണുന്നതാണ്. ജോലി ഒഴിവ് എന്ന ഒരു ചെറിയ പോസ്റ്റർ ഒട്ടിക്കും. ആ പോസ്റ്ററിൽ ഈ നമ്പറിൽ വിളിച്ചാൽ ജോലി ലഭിക്കും, 10,000 രൂപ ആദ്യം ഇൻസെൻറ്റീവ്, പിന്നീട് ജോലി ഉറപ്പായി കഴിഞ്ഞാൽ അതിന് മേലെ ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ, ഭക്ഷണം, ഭക്ഷണം, സൗജന്യ ഭക്ഷണം, സൗജന്യ താമസം എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്ററുള്ളത്. ഈ പോസ്റ്റർ കണ്ടാണ് സാധാരണക്കാരായ കുട്ടികൾ, വിദ്യാർത്ഥികളൊക്കെ ഇതിൽ വീഴുന്നത്. സ്വാഭാവികമായും സൗജന്യ ഭക്ഷണവും താമസവും എന്ന് പറഞ്ഞാൽ അവർ വീഴും. ആ സൗജന്യ താമസ സ്ഥലത്തെ ക്രൂരതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. സൗജന്യ താമസ സ്ഥലത്ത് കൊടുക്കുന്ന സൗജന്യ ഭക്ഷണത്തെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചോറും ഉപ്പും ഒരു മുളകും. ഈ രൂപത്തിൽ ഇത്രയും ക്രൂരമായ, ഇത്രയും വലിയ അനീതി ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മളുടെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല. അത്രയും അതിനേക്കാൾ ഭീകരമാണ്. ഇനി ഇത് പുറത്തു വന്ന ദൃശ്യങ്ങൾ മാത്രമാണ്. ഈ കുട്ടികൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ മാത്രമാണ്.